എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. +2 ഫിസിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ ചാപ്റ്ററിലെയും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസുകളുണ്ട്. ആ ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്നാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോഴും അതിൽ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ഇലക്ട്രിക് ഡൈപോൾ കേട്ടോ. ഇലക്ട്രിക് ഡൈപോൾ എന്നാൽ ഡിഫൈൻ ചെയ്യാൻ പഠിക്കണം. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഡിഫൈൻ ചെയ്യുക, അതിൻ്റെ യൂണിറ്റ് അറിഞ്ഞിരിക്കണം. ദെൻ ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ എലോങ് ദ ആക്സിയൽ ലൈൻ. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ എലോങ് ഇറ്റ്സ് ഇക്വറ്റോറിയൽ ലൈൻ. അപ്പം ഇലക്ട്രിക് ഡൈപോളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നതാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചോളുക. Then next is the state Gauss's theorem കേട്ടോ. Gauss's theorem പഠിക്കുക. then അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, 3 ആപ്ലിക്കേഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കുന്നതാണ് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ്ലി ലോങ് വയർ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെൽ. അപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പഠിച്ചിരിക്കുക. Gauss's theorem ഷുവറായിട്ടും ചോദിക്കുന്നതാണ്. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചോളുക. The next question, obtain the equation for effective capacitance when capacitors are connected in series. Capacitors series ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ capacitors are connected in parallel. Capacitors പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസും കണ്ടുപിടിക്കണം കേട്ടോ. അതും ചോദിക്കുന്നതാണ്. പിന്നെ ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വെൻ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസും കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും സീരീസ് കോമ്പിനേഷൻ പാരലൽ കോമ്പിനേഷൻ അതിലെ കപ്പാസിറ്ററിൻ്റെയോ റെസിസ്റ്ററിൻ്റെയോ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും കൂടെ മിക്കപ്പോഴും ചോദിച്ച് കാണുന്ന റെസിസ്റ്റൻസിൻ്റെ കേസിലുള്ള പ്രോബ്ലംസ് ആണ്, റെസിസ്റ്ററിൻ്റെ കേസിലുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചോണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ലോ വിച്ച് എക്സ്പ്ലെയിൻസ് ദ റിലേഷൻ ബിറ്റ്വീൻ കറന്റ് ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ദെൻ യൂസിങ് ദിസ് ലോ ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറന്റ് ലൂപ്പ്. ഓൾസോ ഒബ്റ്റെയിൻ ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ലൂപ്പ്. ബയോട്ട്-സാവർട്സ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പം ബയോട്ട്-സാവർട്സ് ലോ നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ. Then state Ampere circuit theorem കേട്ടോ. obtain the expression for the magnetic field due to a straight infinite current carrying wire using Ampere circuit theorem. Then draw the graph showing the variation on intensity of magnetic field with the distance from the axis of the കണ്ടക്ടർ കേട്ടോ. അപ്പോൾ ഇതും ആംബിയർ സർക്യൂട്ട് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്നതാണ്. അതും ചോദിച്ചു കാരണമാണ്. അപ്പം ബയോട്ട്-സാവർട്സ് ലോയും ആംബിയർ സർക്യൂട്ട് ലോയും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ടോപ്പിക്കാണ്. The next question, explain the principle and working of a moving coil galvanometer കേട്ടോ. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിളും വർക്കിങ്ങും അതുപോലെ തന്നെ how will you convert a galvanometer into ammeter കേട്ടോ. എങ്ങനെയാണ് ഒരു ഗാൽവനോമീറ്റർ നമ്മൾ അമീറ്ററിൽ കൺവേർട്ട് ചെയ്യേണ്ടത്. അതുപോലെ how will you convert a galvanometer into voltmeter അതും പഠിച്ചോളൂ കേട്ടോ. അപ്പം മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്ന് ഇതിലെ ഏതെങ്കിലും കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമീറ്ററോ അല്ലെങ്കിൽ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട്മീറ്ററോ ചോദിച്ചു കാണാറുണ്ട്. The next question, state Faraday's laws of induction. അപ്പോൾ തന്നെ ലെൻസസ് ലോ പഠിക്കുക. പിന്നെ ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ കറണ്ട് വെൻ ആൻ AC വോൾട്ടേജ് അപ്ലൈ ടു എ സീരീസ് LCR സർക്യൂട്ട് ആൻഡ് യൂസിങ് ഫേസർ ഡയഗ്രം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സീരീസ് LCR സർക്യൂട്ട്. അപ്പം അത് പഠിക്കുക, ഷുവറായിട്ടും ചോദിക്കുന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ ഫാരഡേസ് ലോസും ലെൻസസ് ലോയും. The next question, arrange electromagnetic waves in the increasing order of wavelength. Electromagnetic waves ഉള്ളത് ഏതൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ചോദിക്കാറുണ്ട്, യൂസസ് ചോദിക്കാറുണ്ട്, അതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ആ അറേഞ്ച്മെൻറ്റ് പഠിച്ചിരിക്കുക, അതിൻ്റെ യൂസസും കാര്യങ്ങളൊക്കെ പഠിക്കുക. The next one, obtain the mirror equation. Very important one കേട്ടോ. മിറർ ഇക്വേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല, മിറർ ഇക്വേഷൻ അല്ലെങ്കിൽ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. അപ്പോൾ തന്നെ ഡ്രോ ദ പാത്ത് ഓഫ് ദി റേ വിച്ച് ഈസ് റിഫ്രാക്റ്റഡ് ത്രൂ എ പ്രിസം ആൻഡ് ഒബ്റ്റെയിൻ ദി ഇക്വേഷൻ ഫോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മെറ്റീരിയൽ ഓഫ് ദി പ്രിസം. ഡ്രോ ദ ഐഡിയ കർവ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതാണ്. The next question, draw the ray diagram showing the image formation by a compound microscope. Compound microscope important ആണ്. അതിൻ്റെ റേ ഡയഗ്രം വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ obtain the expression for the magnification produced by a compound microscope when the image is formed at a near point. Magnification കേട്ടോ. compound microscope ഉപയോഗിച്ചിട്ട് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും നിങ്ങൾ പഠിച്ചോളുക.
The next question, write the postulates of Rutherford nuclear model of atom. കേട്ടോ അത് പഠിച്ചോളൂ, പോസ്റ്റ്ലേറ്റ്സ് പഠിക്കണം. പിന്നെ റൈറ്റ് ദ ഫോർമുല ഫോർ സ്പെക്ട്രൽ ലൈൻ സീരീസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടല്ലോ, അത് ഓരോ സീരീസും ഏതൊക്കെയാണെന്ന് പഠിക്കണം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, എനർജിയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചോളൂ കേട്ടോ. പിന്നെ ഡ്രോ ദ ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ ആറ്റം വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ലൈൻ സ്പെക്ട്ര വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. പിന്നെ മാസ് ഡിഫക്റ്റ് കേട്ടോ, അതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. മാസ് ഡിഫക്റ്റ്, ബൈൻഡിങ് എനർജി, പിന്നെ ലോ ഓഫ് റേഡിയേറ്റീവ് ഡീകെ കേട്ടോ. എന്താണ് ലോ ഓഫ് റേഡിയേറ്റീവ് ഡീകെ? പിന്നെ ഒബ്റ്റൈൻ ദ എക്സ്പ്രഷൻ ഫോർ നമ്പർ ഓഫ് റേഡിയേറ്റീവ് ന്യൂക്ലിയർ അറ്റ് ടൈം. പിന്നെ ഹാഫ് ലൈഫ് പീരീഡ് കേട്ടോ, ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ റേഡിയേറ്റീവ് ന്യൂക്ലിയർ. അതുപോലെ തന്നെ ഒബ്റ്റൈൻ ദ എക്സ്പ്രഷൻ ഫോർ ഹാഫ് ലൈഫ് പീരീഡ്. ഹാഫ് ലൈഫ് പീരീഡ് എന്താണെന്ന് ചോദിക്കാറുണ്ട്, അതിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനും ഒക്കെ ചോദിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് ഈസ് ദ മിറർ ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മിറർ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, പ്രോബ്ലം ചോദിക്കും, എസ്സേ ടൈപ്പ് ആയിട്ടും ചോദിക്കുന്നതാണ് മിറർ ഇക്വേഷൻ. അപ്പോൾ മിറർ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. എ ബി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഒബ്ജക്റ്റ്. റേ ഓഫ് ലൈറ്റ് അതിൽ നിന്ന് പാരലായിട്ട് വന്ന് മിററിലേക്ക് വന്ന് വീഴുന്നു. മിററിലേക്ക് വീഴുന്നതിന് ശേഷം ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു അല്ലേ. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഈ ഫോക്കസിൽ കൂടെ അത് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞിരിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ വേറെ റേ ഓഫ് ലൈറ്റ് നോക്കുക, സെൻറ്റർ ഓഫ് കർവേച്ചർ കൂടെ പാസ് ചെയ്ത് പോകുന്നു. സെൻറ്റർ ഓഫ് കർവേച്ചർ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ റൂൾ അനുസരിച്ചിട്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ കൂടെ പോകുമ്പം തിരിച്ച് സെൻറ്റർ ഓഫ് കർവേച്ചർ കൂടെ തന്നെയായിരിക്കും റിഫ്ലക്ട് റേസും പോകുന്നത്. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് റേസ് മീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റേയും കൂടെ കൊടുത്തിട്ടുണ്ട്, പോളിയിലേക്ക് വന്ന് വീഴുന്നുണ്ട്. പോളിയിലേക്ക് വന്ന് വീണിട്ട് ദെൻ അതേ സെയിം ആംഗിളിൽ തന്നെ തിരിച്ചു പോകുന്നുണ്ട്. ആ റൂൾസ് നമ്മൾ പറഞ്ഞല്ലോ, ആ റൂൾസിൻ്റെ ബേസിൽ. അപ്പം ഈ ഏതൊരു അപ്പോൾ ഈ മൂന്ന് കേസസിലും ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യുന്ന, അതായത് പാരലായിട്ട് വന്ന് വീഴുന്നു, ഫോക്കസിൽ കൂടെ പോകുന്ന റേ ഓഫ് ലൈറ്റ്, ഇതാണ് ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന റേ ഓഫ് ലൈറ്റ്. ദെൻ പോളിൽ കൂടെ വന്ന് വീഴുന്നുണ്ട്. പോളിൽ കൂടെ വന്നതിന് ശേഷം ആഫ്റ്റർ റിഫ്ലക്ഷൻ ശേഷം ഇങ്ങനെ പോകുന്നുണ്ട്. ദെൻ സെൻറ്റർ ഓഫ് കർവേച്ചർ കൂടെ പോകുന്നുണ്ട്, അത് തിരിച്ചും പോകുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോയിന്റിലാണ് ഈ എ ബി എന്ന് പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഉണ്ടാകുന്നത് കേട്ടോ. അത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ് കേട്ടോ. ഇത് എ ഡാഷ് ബി ഡാഷ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ് അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുള്ളൂ. അപ്പം ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ നമ്മുടെ മിറർ ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുള്ളൂ. അപ്പോൾ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിററിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് യു ആണ്. അതുപോലെ തന്നെ മിററിൽ നിന്നും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് വി ആയിട്ട് കൺസിഡർ ചെയ്തു. ദെൻ മിററിൽ നിന്നും ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ഫോക്കൽ ലെങ്താണ്. അപ്പോൾ ഇത് മൂന്നെണ്ണം റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മിറർ ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മളിവിടെ നോക്കുക, ഈ എ ഡാഷ് ബി ഡാഷ് എന്ന് വെച്ചാൽ ഇമേജ് ആണല്ലോ. അപ്പം നമ്മൾ ഇവിടുത്തെ ഒരു രണ്ട് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യും. ഇവിടെ നോക്കുക, ഈ എ ഡാഷ് ബി ഡാഷ് എഫ് ഉണ്ടല്ലോ, ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു. എ ഡാഷ് ബി ഡാഷ് എഫ് എന്ന് പറഞ്ഞ ട്രയാങ്കിളും, അതുപോലെ തന്നെ ഈ നോക്കുക എം പി എഫ് ഉണ്ടോ, ഈ എം പി എഫ് എന്ന് പറഞ്ഞ് ഈ രണ്ട് ട്രയാങ്കിളും നിങ്ങൾ നോക്കിയേ. മനസ്സിലല്ലേ? എ ഡാഷ് ബി ഡാഷ് എഫും അതുപോലെ തന്നെ ഈ എം പി എഫ് എന്ന് പറഞ്ഞ ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസ് ആണ്. നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് സിമിലർ ട്രയാങ്കിൾസിനെ കുറിച്ച് ഇവിടെ. അപ്പം ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ ഈ എ ഡാഷ് ബി ഡാഷ് എന്നത് രണ്ട് ട്രയാങ്കിൾ മനസ്സിലായില്ലേ, ഇതൊരു ട്രയാങ്കിൾ അതുപോലെ തന്നെ ഇതൊരു ട്രയാങ്കിൾ, ഇത് രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്നു ഈ പി എം എന്ന് പറഞ്ഞിരിക്കുന്നതും സെയിം ആയിരിക്കുമല്ലോ അല്ലേ. അതുപോലെ തന്നെ ഈ ബി ഡാഷ് എഫ് എന്ന് പറഞ്ഞിരിക്കുന്നു എഫ് പി എന്ന് പറഞ്ഞിരിക്കുന്നതും സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. നമുക്ക് എഴുതാം ബി ഡാഷ് എ അല്ല എ ഡാഷ് തൊട്ട് ഇമേജിൻ്റെ ബി ഡാഷ് എ ഡാഷ്, ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ബി ഡാഷ് എ ഡാഷ് ഡിവൈഡഡ് ബൈ, അതെന്ന് പറയുന്നത് ബി ഡാഷ് എ ഡാഷ് എന്ന് വെച്ചാൽ ഇതാണ്, ഇതെന്ന് പറയുന്നത് ഇതിനോട് ഈക്വലാണ്, ഡിവൈഡഡ് ബൈ പി എം എന്ന് എഴുതാം. പി എന്ന് എഴുതാമല്ലോ. അതുപോലെ തന്നെ ഇവിടെ നോക്കുക ബി ഡാഷ് എഫ് ഇത് സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് കേട്ടോ. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, മനസ്സിലാക്കിയെടുക്കുക കേട്ടോ. ബി ഡാഷ് എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനോട് ഈക്വലാണ്? ഈ ഡിസ്റ്റൻസ് ഏത് എഫ് പിന്നോട് ഈക്വലാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കുക, ഈ പി എം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് അല്ലേ, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ആണല്ലോ. അപ്പം അത് നമുക്ക് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അതായത് ബി ഡാഷ് എ ഡാഷ് ഡിവൈഡ് ബൈ ഈ പി എമ്മിന് പകരം പി എം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ ബിയുടെ ഈക്വലാണ്. അപ്പം നമുക്ക് എ ബി എന്ന് എഴുതാം. മനസ്സിലാവുന്നുണ്ടല്ലോ? അല്ലെങ്കിൽ എ ബി അല്ലെങ്കിൽ ബി എന്ന് എഴുതാം. ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു ബി ഡാഷ് എഫ് ഡിവൈഡ് ബൈ എഫ് പി എന്ന് എഴുതാം. മനസ്സിലായി? ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്തു കേട്ടോ. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്തു. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി
അതുപോലെ തന്നെ നമ്മളിപ്പം ഈ എ ഡാഷ് ബി ഡാഷ് എഫ് അതുപോലെ തന്നെ എം പി എഫ് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് അടുത്തൊരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അതായത് ട്രയാങ്കിൾ എ ഡാഷ് നോക്കുകയാണ്. എ ഡാഷ് ബി ഡാഷ് പി, എ ഡാഷ് ബി ഡാഷ് പി, ഇത് എ ഡാഷ് ബി ഡാഷ് പി, ഈ ട്രയാങ്കിളും അതുപോലെ തന്നെ നോക്കുക എ ബി കേട്ടോ, എ ബി നോക്കുക, എ ബി പി, ഈ ഒരു വലിയ ട്രയാങ്കിൾ ഇതുണ്ടല്ലോ എ ബി പി, ഈ ഒരു ട്രയാങ്കിളും സിമിലർ ആണ്. മനസ്സിലാവുന്നത്? അതായത് ട്രയാങ്കിൾ ഏതൊക്കെയാണ്? എ ഡാഷ് ബി ഡാഷ് പി, എ ഡാഷ് ബി ഡാഷ് പിയും അതുപോലെ തന്നെ എ ബി പി എങ്ങനെയാണ്? സിമിലർ ആണ് കേട്ടോ. അത് രണ്ടും സിമിലർ ആണ്. ആദ്യമേ നമ്മൾ കൺസിഡർ ചെയ്ത ഏതായിരുന്നു? എ ഡാഷ് ബി ഡാഷ് എഫും അതുപോലെ തന്നെ ഏതാണ് എം പി എഫും സിമിലർ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എ ഡാഷ് ബി ഡാഷ് പി, ഈ ഒരു ട്രയാങ്കിളും അതുപോലെ തന്നെ എ ബി പി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ട്രയാങ്കിളും സിമിലർ ആണെന്ന് കൺസിഡർ ചെയ്യണം. അപ്പം മുമ്പ് എഴുതിയതുപോലെ തന്നെ സിമിലർ ട്രയാങ്കിൾസിന് അനുസരിച്ചിട്ട് എഴുതിയതുപോലെ തന്നെ നമുക്ക് എഴുതാം ബി ഡാഷ് ഉണ്ടോ, ബി ഡാഷ് എ ഡാഷ് ഡിവൈഡ് ബൈ ഇത് ബി അല്ലെങ്കിൽ എ ബി എന്ന് എഴുതാം. എ ബി അത് ഹൈറ്റ്, ഇമേജിൻ്റെ ഹൈറ്റും ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും, ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഡാഷ് പി, ഇത് നല്ല ബി ഡാഷ് പി. അപ്പം ബി ഡാഷ് പി അപ്പോൾ ഇതാണ് അത് പി ബി ഇല്ല, അല്ലെങ്കിൽ ബി പി എന്ന് എഴുതാം. അതിനോടും ഈക്വൽ ആണ്. മനസ്സിലായല്ലോ? അപ്പം ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 ആയിട്ടും കൺസിഡർ ചെയ്തു, ഇക്വേഷൻ നമ്പർ 2 ആയിട്ട്. ഇനി നോക്കുക, ഈ രണ്ട് 1ഉം 2ഉം ഇക്വേഷൻ നോക്കുക, രണ്ടിൻ്റെയും LHS ഈക്വൽ ആണല്ലോ. ഇക്വേഷൻ നമ്പർ 1 ഇതാണ്, ഇക്വേഷൻ നമ്പർ 2 ഇതാണ്. രണ്ടിൻ്റെയും LHS ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് RHS ഇക്വേറ്റ് ചെയ്യാമല്ലോ. നമുക്ക് എഴുതാൻ സാധിക്കും ബി ഡാഷ് എഫ്, ഒന്നാമത്തെ ഇക്വേഷൻ ബി ഡാഷ് എഫ് ഡിവൈഡ് ബൈ എഫ് പി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ബി ഡാഷ് പി ഡിവൈഡ് ബൈ ബി പി എന്ന് എഴുതി. ഇതാണ് ഇക്വേഷൻ ഫ്രം ഇക്വേഷൻ 1 and 2 കേട്ടോ. ഫ്രം ഇക്വേഷൻ 1 and 2 നിന്ന് ഫ്രം ഇക്വേഷൻ 1 and 2. അപ്പോൾ ഫ്രം ഇക്വേഷൻ 1 and 2 നമ്മൾ എഴുതി ബി ഡാഷ് എഫ് ഡിവൈഡ് ബൈ എഫ് പി ഈസ് ഈക്വൽ ടു ബി ഡാഷ് പി ഡിവൈഡ് ബൈ ബി പി. മനസ്സിലായി? ഇനി നമുക്ക് ഓരോന്നിൻ്റെ നമുക്ക് വേണ്ടത് ഓരോന്നിൻ്റെ ഇതാണ്. അതായത് നോക്കുക, നമുക്കറിയാം ബി ഡാഷ് എഫ് നോക്കുക, ബി ഡാഷ് എഫ് എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് ആദ്യത്തെ ബി ഡാഷ് എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് എഴുതാം ബി ഡാഷ് എഫ് നമുക്ക് വേണം. അതുപോലെ തന്നെ അടുത്ത ഏതാണ് വേണ്ടത്? ബി പി എഫ് പി വേണം അല്ലേ, എഫ് പി വേണം. അതുപോലെ തന്നെ ബി ഡാഷ് പി വേണം. അതുപോലെ തന്നെ ബി പിയും വേണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വേണം. നമുക്കിത് ഓരോന്നും കണ്ടുപിടിക്കാം. അതിന് നമുക്ക് ബി പി എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ബി പി അതായത് മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഏതാണ്? യു ആണ്. അപ്പം ബി പി നമുക്കിവിടെ എന്തെന്ന് എഴുതാം? യു എന്ന് എഴുതാം അല്ലേ, യു എന്ന് എഴുതാം. ഇനി നോക്കുക എഫ് പി, എഫിൽ നിന്നും പിയിലേക്ക് ഫോക്കസിൽ, മിററിൽ നിന്നും ഫോക്കസിലേക്ക് ഡിസ്റ്റൻസ് ഫോക്കൽ എന്താണ്? അപ്പോൾ അത് നമുക്ക് എഫ് എന്ന് എഴുതാം. ഇനി എന്തൊക്കെ വേണം? ബി ഡാഷ് പി വേണം. ബി ഡാഷ് പി എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം എന്താണ്? ബി ഡാഷ് പി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇമേജിലേക്കുള്ള, മിററിൽ നിന്ന് ഇമേജിലേക്ക് ഡിസ്റ്റൻസ്, അത് വി ആണ്. അപ്പോൾ അത് നമുക്ക് കിട്ടി, വി ആണ്. ഇനി ബി ഡാഷ് എഫ് നമുക്കിനി വേണ്ടത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ബി ഡാഷ് എഫ് നമുക്കറിയാം ഈ മിററിൽ നിന്നും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് വി ആണ്. അതായത് ഇത്രയും ഡിസ്റ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ഇത്രയും ഡിസ്റ്റൻസ് വി ആണ്, ഇത്രയും ഡിസ്റ്റൻസ് എഫ് ആണ്. മനസ്സിലായി? അപ്പോൾ നമുക്ക് ഈ ബി ഡാഷ് ഈ ചെറിയ ഡിസ്റ്റൻസിന് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു വി മൈനസ് എഫ് എന്ന് എഴുതാമല്ലോ, വി മൈനസ് എഫ്. ശ്രദ്ധിച്ചൊന്ന് ചെയ്യുന്ന നോക്കി കഴിയുമ്പോൾ മനസ്സിലായിക്കോളും കേട്ടോ. അപ്പം നമുക്ക് ഇവിടെയുള്ള ഇത്രയും ടേംസുകളൊക്കെ കിട്ടി. ഇനി അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബി ഡാഷ് എഫ് എന്ന് പറഞ്ഞാൽ വി മൈനസ് എഫ് ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വി മൈനസ് എഫ് ആണ്, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിവൈഡ് ബൈ എഫ് പി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫോക്കൽ എന്താണ്? എഫ്, അത് നമ്മൾ എഴുതി. ദെൻ ബി ഡാഷ് പി എന്ന് പറഞ്ഞിരിക്കുന്നത് വി ആണ്, അത് നമ്മൾ എഴുതി. ദെൻ ബി പി എന്ന് പറഞ്ഞിരിക്കുന്നത് യു ആണ്. അത്രയും കാര്യങ്ങൾ നമ്മളിവിടെ എഴുതി. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി. ഇനി നമ്മുടെ സൈൻ കൺവെൻഷൻ റൂൾ ഉണ്ടല്ലോ, അത് അപ്ലൈ ചെയ്യുക അല്ലേ. അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ ഇൻസിഡന്റ് റേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ള നെഗറ്റീവായിട്ട് നമ്മൾ എടുക്കും, അല്ലാത്ത എല്ലാം റൈറ്റ് സൈഡിലേക്കുള്ള പോസിറ്റീവായിട്ട് എടുക്കും. ഇവിടെ നമുക്ക് വി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ് ആണല്ലോ, ഇമേജ് ഡിസ്റ്റൻസ് അതെങ്ങനെ ഇൻസിഡന്റ് റേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതുകൊണ്ട് നമ്മളത് നെഗറ്റീവായിട്ട് എടുക്കുന്നു. മൈനസ് വി, മൈനസ് ഫോക്കൽ ലെന്തും ഇൻസിഡന്റ് റേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ മൈനസ് ആയിട്ട് എടുത്തു. അപ്പോൾ മൈനസ് എഫ് എന്ന് വന്നു. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ താഴെയും ഫോക്കൽ ലെന്ത് മൈനസ് വരും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട്. ഇമേജ് ഡിസ്റ്റൻസും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആയതുകൊണ്ട് നമ്മൾ
മൈനസ് എടുത്തു, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇല്ല, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇവിടെ അല്ലോ ഈ സൈഡിലല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ മൈനസ് ആയിട്ട് എടുത്തു. ഇനി ഇവിടെ നോക്കിയാൽ എല്ലായിടത്തും മൈനസ് ഉണ്ടല്ലോ, അത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? വി അല്ലേ, ഇവിടുത്തെ മൈനസ് കോമൺ ആയിട്ട് അപ്പം വി മൈനസ് എഫ് ഡിവൈഡഡ് ബൈ എഫ് എന്ന് വരും അല്ലേ, അതായത് മൈനസ് എല്ലായിടത്തേയും പോയി കഴിയുമ്പോൾ വി മൈനസ് എഫ് ബൈ എഫ് എന്ന് വരും. അതുപോലെ ഇവിടെയും വി ബൈ യു എന്ന് വരും. ക്ലിയർ ആകുന്നുണ്ടല്ലോ പറഞ്ഞ്? ഇനി ഒന്നുകൂടെ ഞാൻ ഇന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ്. വി ബൈ എഫ് മൈനസ് എഫ് ബൈ എഫ് എന്ന് എഴുതി, എഫ് ബൈ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു വി ബൈ യു എന്ന് എഴുതി. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? വി ബൈ എഫ് മൈനസ് 1 ഈസ് ഈക്വൽ ടു വി ബൈ യു എന്ന് എഴുതി. മനസ്സിലാകാൻ വേണ്ടിയാണ് ഇവിടെ ഇത്ര സ്റ്റെപ്പുകൾ പറഞ്ഞു തരുന്നത്. ഇനി ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യാണ്, ഡിവൈഡിങ് ബൈ വി കേട്ടോ. ഈ ഒരു ഇക്വേഷനെ ഫുള്ളായിട്ട് ഞാൻ വി കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. വി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ വി പോവും, പിന്നെ എന്താണ് മിച്ചമുള്ളത്? 1/f ഉള്ളു മിച്ചമുള്ളൂ. ദെൻ മൈനസ് വി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ 1/v വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെയും വി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് സൈഡും ചെയ്യുക 1/u എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഇതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് 1/fനെ മാത്രം അവിടെ നിർത്തിവെച്ച് ഈ മൈനസ് 1/uവിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും, വിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും, മൈനസ് 1/vനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 1/u പ്ലസ് 1/v എന്ന് വരും. മനസ്സിലായി? അപ്പോൾ ഇതാണ് മിറർ ഇക്വേഷൻ കേട്ടോ. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പുകൾ മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. 1/f ഈസ് ഈക്വൽ ടു 1/u പ്ലസ് 1/v. ദിസ് ഈസ് എ മിറർ ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മിറർ ഇക്വേഷൻ. പ്രോബ്ലം ചെയ്യാൻ എപ്പോഴും ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇത് ഡെറിവേഷനായിട്ടും ചോദിക്കുന്നതാണ് മിറർ ഇക്വേഷൻ. രണ്ട് ട്രയാങ്കിൾ മാത്രം ഒന്ന് കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഓർത്തുവെച്ചാൽ മതി. പിന്നെ സൈൻ കൺവെൻഷൻ റൂളും അപ്ലൈ ചെയ്യണം. അപ്പോൾ ദിസ് ഈസ് എ മിറർ ഇക്വേഷൻ. എഴുതി തന്നെ പഠിക്കണം കേട്ടോ. 2 പ്രാവശ്യം നിങ്ങൾ എഴുതി കഴിയുമ്പോൾ പഠിച്ചോളും. സ്റ്റെപ്പുകൾ മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ള ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ആണ് ചോദിക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസസ് ലോ പഠിച്ചു, അതുപോലെ തന്നെ മാഗ്നറ്റിസത്തിലുള്ള ഗോസസ് ലോ ആണ്. സ്റ്റേറ്റ്മെന്റ് അതേപടി പഠിച്ചോളൂ കേട്ടോ. ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് 0. ഒരു ക്ലോസ്ഡ് സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്കറിയാം, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാകും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ്, അതാണ് നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ ഉണ്ടാകുന്ന ആ ഒരു ക്ലോസ്ഡ് സർഫസിലെ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. അതാണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് അതേപടി അങ്ങ് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പഠിച്ചോളൂ. അതിൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഫൈ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡിൻ്റെ അല്ലെങ്കിൽ സർഫസിൻ്റെ ബി ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു 0 കേട്ടോ. ഇവിടെ RHS 0 ആണ്. കാരണം നമ്മൾ പറഞ്ഞാൽ മാഗ്നറ്റ് എങ്ങനെയാണ് മോണോപോളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ, ഡൈപോളായിട്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഗോസസ് ലോ പഠിച്ചു നോക്കുക, അതിൻ്റെ ഇക്വേഷനും പഠിച്ചു വെച്ചോളൂ. ഇനി നമുക്ക് നോക്കാനുള്ളത് റിഫ്രാക്ഷൻ ബൈ എ ലെൻസ് ആണ്. അതായത് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യാൻ ചോദിക്കുന്നതാണ് കേട്ടോ. നമ്മൾ അപ്പം അതിന് മുന്നേ ഒരു സ്പെറിക്കൽ സർഫസിലുള്ള റിഫ്രാക്ഷൻ കണ്ടോ, അതിൻ്റെ ഇക്വേഷൻ കണ്ടായിരുന്നു. N2/v മൈനസ് N1/u ഈസ് ഈക്വൽ ടു N2 മൈനസ് N1 ഡിവൈഡ് ബൈ R എന്ന് കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളൊരു 2 സ്പെറിക്കൽ സർഫസ് കൺസിഡർ ചെയ്യുന്നത്. ഒരു തിൻ ലെൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആദ്യത്തേൻ്റെ ഈ ഒരു സൈഡിൽ റേഡിയസ് ഓഫ് കർവേച്ചർ R1 ആയിട്ടും ഇവിടുത്തെ നമ്മൾ R2 ആയിട്ടും രണ്ടാമത്തെ സൈഡിൽ R2 ആയിട്ടും കൺസിഡർ ചെയ്യുവാണ്. ദെൻ ആ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആണ്. ആ ലെൻസ് ഒരു ഹൊമോജീനിയസ് ആയിട്ടുള്ള മീഡിയം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ഉള്ള ഹൊമോജീനിയസ് ആയിട്ടുള്ള ഒരു മീഡിയത്തിൽ ഇരിക്കുകയാണ്. രണ്ട് സൈഡിലെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആണ്, ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആണ്. അപ്പം ഒരു പോയിന്റ് ഒബ്ജക്റ്റ് O എന്ന് പറയുന്ന ഒരു പോയിന്റ് ഒബ്ജക്റ്റ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിൽ വെച്ചിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെ ഇമേജ് ഫോർമേഷൻ ഉണ്ടാകുന്ന 2 സ്റ്റെപ്പിലാണ്. ആദ്യത്തെ ഈ ഒരു ABC എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഭാഗം കൺസിഡർ ചെയ്യുക. ഈ ഒരു കർവ്ഡ് പോർഷൻ കൺസിഡർ ചെയ്യുകയാണ്. അപ്പം ഫസ്റ്റ് റിഫ്രാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? ഈ ABC അല്ലെങ്കിൽ ACB എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സ്പെറിക്കൽ സർഫസിലാണ് ഫസ്റ്റ് റിഫ്രാക്ഷൻ നടക്കുന്നത്. എൻ്റെ റേഡിയസ് കർവേച്ചർ R1 ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഒരു U ഡിസ്റ്റൻസിൽ നമ്മൾ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമേജ് അവിടെ ഫോം ചെയ്യുന്നത് ഈ I1 എന്ന് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ I' എന്ന് പറഞ്ഞ പൊസിഷനിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. അത് V' എന്ന് പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റൻസിലായിരിക്കും നമ്മൾ ആദ്യമേ ഇമേജ് ഫോം ചെയ്യുന്നത്. മനസ്സിലാകുന്നു? ആദ്യത്തെ സ്പെറിക്കൽ സർഫസ് കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ ഇക്വേഷൻ, ഈ സ്പെറിക്കൽ സർഫസിലെ ജനറൽ ഇക്വേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഈ ആദ്യത്തെ ABC എന്ന് പറയുന്ന കർവ്ഡ് പോർഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ദെൻ അവിടുത്തെ സ്പെറിക്കൽ സർഫസിലെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? N2 ഡിവൈഡഡ് ബൈ ദെൻ അവിടുത്തെ V എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അതായത് I' ഇതിലുള്ള ഇമേജ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടുത്തെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ V' ആണ്. V' മൈനസ് N1 ഡിവൈഡഡ് ബൈ U ഇല്ലേ, U ദാറ്റ് ഈസ് ഈക്വൽ ടു
ഇങ്ങനെയാണ് N2 മൈനസ് N1 ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് R1 ആണ് ആദ്യത്തെ സ്പെറിക്കൽ സർഫസ്. ക്ലിയർ ആയല്ലോ. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ സ്പെറിക്കൽ സർഫസ് നമ്മൾ ADC, ഇതെന്ന് പറയുന്നത് ABC എന്ന് പറഞ്ഞിരിക്കുന്ന സ്പെറിക്കൽ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്തു. പിന്നെ രണ്ടാമത്തെ ADC എന്ന് പറഞ്ഞിരിക്കുന്ന സ്പെറിക്കൽ സർഫസ് കൺസിഡർ ചെയ്യുവാണ്. അവിടെ എന്താണ്, ഈ I1 എന്ന് വെച്ചാൽ വെർച്വൽ ഇമേജ് ആണ്, ആക്ച്വൽ ഇമേജ് എന്ന് വെച്ചാൽ I ഇമേജ് ആണ് കേട്ടോ. അപ്പം ഒബ്ജക്റ്റ്, അപ്പോൾ ഈ ഒരു കേസിൽ റിഫ്രാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്, മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2ൽ നിന്നും N1ലേക്കാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ സാധിക്കും, ദാറ്റ് ഈസ് N2 ഇല്ലേ. ഇവിടുത്തെ V എന്ന് വെച്ചാൽ എന്താണ്, ഇമേജ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇവിടുത്തെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ I ആണല്ലോ ഇമേജ്. അപ്പോൾ ഇവിടുത്തെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ V ആണ് അല്ലേ, ഇമേജ് ഡിസ്റ്റൻസ് V ആണ്, മൈനസ് ദെൻ N2, ഇവിടുന്ന് N2ൽ നിന്ന് N1ലേക്ക് ആയതുകൊണ്ടാണ് കേട്ടോ, മൈനസ് N2. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് V ഡാഷ് ആണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, V ഡാഷ് ദാറ്റ് ഈസ് ഈക്വൽ ടു N1 മൈനസ്, ഓർക്കോട്ടെ N2ൽ നിന്ന് N1ലേക്ക് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം N1 മൈനസ് N2 ഡിവൈഡഡ് ബൈ അവിടുത്തെ റേഡിയസ് ഓഫ് കർവേച്ചർ R2. മനസ്സിലായല്ലോ. ഇത് ഇക്വേഷൻ നമ്പർ 1ഉം ഇത് ഇക്വേഷൻ നമ്പർ 2ഉം. റിഫ്രാക്ഷൻ നടക്കുന്ന ഓർത്ത് രണ്ട് ഫേസിൽ നടക്കുന്നുണ്ട്, ഒന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് നടക്കുന്നുണ്ട്, പിന്നെ അതാണ് N2ൽ നിന്ന് N1ലേക്ക് നടക്കുന്നുണ്ട്. ആ ഒരു രണ്ട് ഇക്വേഷനാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ കൂടെ ആഡ് ചെയ്യുക, 1 + 2 കേട്ടോ, രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പം ആഡ് ചെയ്ത് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ സാധിക്കും, ദാറ്റ് ഈസ് N2 ഡിവൈഡ് ബൈ V1 മൈനസ് N1 ഡിവൈഡ് ബൈ U, ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുക, പ്ലസ് N1 ഡിവൈഡ് ബൈ V മൈനസ് N2 ഡിവൈഡ് ബൈ V ഡാഷ് ദാറ്റ് ഈസ് ഈക്വൽ ടു, റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, N2 മൈനസ് N1 ഡിവൈഡ് ബൈ R1 അല്ലേ, R1 പ്ലസ് N1 മൈനസ് N2 ഡിവൈഡ് ബൈ R2. ഇവിടെ നോക്കിയേ, ഇവിടെ N2 ബൈ ഇത് V ഡാഷ് ആണ് കേട്ടോ, V1 അല്ല V ഡാഷ്. ഇവിടെ N2 ബൈ V ഡാഷ് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് N2 ബൈ V ഡാഷ് അത് ക്യാൻസൽ ആയി പോകും. പിന്നെ മിച്ചം എന്തുണ്ട് ഇവിടെ വരുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ സാധിക്കും, N1 ബൈ V മൈനസ് N1 ബൈ U എന്ന് എഴുതാം അല്ലേ, N1 ബൈ V മൈനസ് N1 ബൈ U ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ് ഞാൻ. N2 ഈ ഒരു ഇതിലുണ്ടല്ലോ, ഇതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. അതായത് N2 മൈനസ് N1 എന്ന് എഴുതുകയാണ് കേട്ടോ, N2 മൈനസ് N1 ഇൻറ്റു റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നുണ്ട് 1 ബൈ R1 മൈനസ് 1 ബൈ R2. ഇനി ഇവിടെ ഈ ഒരു ഇക്വേഷൻ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് N1 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുകയാണ് കേട്ടോ. N1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനനുസരിച്ച് 1 ബൈ V വരും, 1 ബൈ V മൈനസ് 1 ബൈ U എന്ന് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു N2 കംപ്ലീറ്റ് ആണ്, N2 ബൈ N1 എന്ന് വരും, മൈനസ് 1 ഇൻറ്റു 1 ബൈ R1 മൈനസ് 1 ബൈ R2 എന്ന് എഴുതാൻ സാധിക്കും. ക്ലിയർ ആണെന്നല്ലോ. ദെൻ ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻഫിനിറ്റിയിൽ ഇരിക്കുകയാണ്, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ ഇരിക്കുകയാണെന്നുള്ള ഇമേജ് ഉണ്ടാകുന്നത് ഫോക്കസിലായിരിക്കും. അത് ഓർത്തിരിക്കട്ടെ, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇമേജ് ഉണ്ടായിരിക്കുന്നത് ഫോക്കസിലായിരിക്കും. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും, വിയുടെ സ്ഥാനത്ത് F വരും, ദാറ്റ് ഈസ് 1 ബൈ F മൈനസ് 1 ബൈ യുവിൻ്റെ സ്ഥാനത്ത് ഇൻഫിനിറ്റി വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു N2 ബൈ N1 എന്ന് വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. അത് നമുക്ക് N21 എന്ന് എഴുതാം, മൈനസ് 1 എന്ന് എഴുതാം, ദെൻ ഇൻറ്റു 1 ബൈ R1 മൈനസ് 1 ബൈ R2. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത്, ഈ ലെൻസ് ഇരിക്കുന്നത് ഒരു എയറിലാണെന്ന് വിചാരിച്ചോ, ലെൻസ് എയറിലാണ് ഇരിക്കുന്നതെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, അതായത് 1 ബൈ F, 1 ബൈ ഇൻഫിനിറ്റി ഇല്ലല്ലോ, അപ്പോൾ 1 ബൈ F ഈസ് ഈക്വൽ ടു N മൈനസ് 1 എന്ന് എഴുതാം. അതായത് ലെൻസ് എയറിലാണ് ഇരിക്കുന്നതെങ്കിൽ 1 ബൈ F ഈസ് ഈക്വൽ ടു N മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എടുത്തു കേട്ടോ, N മൈനസ് 1 ഇൻറ്റു 1 ബൈ R1 മൈനസ് 1 ബൈ R2. ക്ലിയർ ആയല്ലോ. അപ്പം ഈ ഒരു ഇക്വേഷൻ അറിയപ്പെടുന്നതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറഞ്ഞിരിക്കുന്നത്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല 1 ബൈ എഫ് കേട്ടോ, 1 ബൈ എഫ് ഈസ് ഈക്വൽ ടു N മൈനസ് 1 ഇൻറ്റു 1 ബൈ R1, N മൈനസ് 1 ഇൻറ്റു 1 ബൈ R1 മൈനസ് 1 ബൈ R2. ഇതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആകുന്നുണ്ട്. അപ്പം ഇത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കുന്നതാണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ ആദ്യത്തെ ഈ ഒരു കൺസെപ്റ്റ്, ഒരു സ്പെറിക്കൽ സർഫസിൽ ഉണ്ടാകുന്ന റിഫ്രാക്ഷനെ കുറിച്ചുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമുക്ക് ഇത് ഡിറൈവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി ഇവിടെ നോക്കുക, ഞാനിവിടെ ഇക്വേഷൻ നമ്പർ 2 വരെ ഇത് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൺസിഡർ ചെയ്ത് ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഈ 3യും 4ഉം കൂടെ ഒന്ന് കമ്പയർ ചെയ്യുക. ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 4ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, റൈറ്റ് സൈഡ് ഒരുപോലെയാണ്. റൈറ്റ് സൈഡ് N2 ബൈ N1 എന്ന് വെച്ചാൽ എന്താണ്, എയറിലാണ് കൺസിഡർ ചെയ്യുന്നത്, N മൈനസ് 1 എന്ന് തന്നെ വരും അല്ലേ.
അപ്പോൾ റൈറ്റ് സൈഡ് ഈക്വൽ ആണ്, അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എങ്ങനെയാണ് സാധിക്കും? 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u എന്ന് എഴുതാം. ഈ ഒരു റിലേഷനെ നമ്മൾ പറയുന്ന പേരാണ് തിൻ ലെൻസ് ഫോർമുല എന്ന് പറയും കേട്ടോ, അല്ലെങ്കിൽ ലെൻസ് ഫോർമുല എന്ന് പറയും. ലെൻസ് ഫോർമുല കേട്ടോ, ലെൻസ് ഫോർമുല നമ്മൾ മിറർ ഇക്വേഷൻ പഠിച്ചില്ല. അതുപോലെ ലെൻസിൻ്റെ കേസിലുള്ള ഇക്വേഷൻ ആണ് 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. മിററിൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു? 1/v പ്ലസ് 1/u എന്ന്, അല്ലെങ്കിൽ 1/u പ്ലസ് 1/v ആണ്. ലെൻസ് ഫോർമുല വരുമ്പം 1/v മൈനസ് 1/u ആണ്. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കും കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിൻ ലെൻസ് മേക്കേഴ്സ് ഫോർമുല അത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്, എഴുതി തന്നെ പഠിക്കണം കേട്ടോ.